ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ വ്യാഴമാറ്റത്തെ പറ്റിയാണ്. അതായത് കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രം, അതുപോലെ പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക കൂറിൽപ്പെട്ടത്. അതായത് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വ്യാഴമാറ്റം, അതായത് ഈ മെയ് 1 തീയതിയാണ് നമ്മുടെ വ്യാഴമാറ്റം ഉണ്ടായത്. അതായത് ആ വ്യാഴമാറ്റം ഉണ്ടായത് മൂലം പൂയം, പുണർദം, ആയില്യം എന്നീ 3 നക്ഷത്രത്തിന് വളരെയേറെ ഭാഗ്യങ്ങൾ ഉള്ള ഭാവത്തിലോട്ട്, അതായത് 11ാം ഭാവത്തിലോട്ടാണ് വ്യാഴം മാറിയിരിക്കുന്നത്. 10ാം ഭാവത്തിലായിരുന്നു. അതിൻ്റേതായ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം മൂലം ഇവർക്ക് സർവ്വ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. അതായത് 11ാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് വളരെയധികം ഐശ്വര്യങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത്. ഇവർക്ക് വാഹനങ്ങൾ വാങ്ങാനും വസ്തുവകകളൊക്കെ വാങ്ങാനൊക്കെ സാധിക്കുന്നതാണ്. വീട് വയ്ക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. അതിനൊക്കെയുള്ള അനുകൂല സമയമാണത്. അതായത് വ്യാഴഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ബൃഹസ്പതിയാണ്. അദ്ദേഹം വളരെ അധികം പ്രീതിപ്പെട്ട്, അതായത് ദൈവാധീനം ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെയുള്ള നല്ല സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ ജോലിക്കൊക്കെ നോക്കുന്നവർക്ക് ഒരു ചെറിയ ജോലിയൊക്കെ നോക്കുകയാണെങ്കിലും നല്ലൊരു ജോലി അവർ അതായത് അവരുടെ കഴിവിലുപരിയായിട്ടുള്ള ഒരു ജോലി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ PSC UPSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് വിചാരിക്കും ലോ റാങ്ക് ലിസ്റ്റിലൊക്കെ ലോ മാർക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചാലും, പക്ഷേ ഇവർക്ക് ഹൈ റാങ്കുകൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇവർക്ക് അതായത് ഭാഗ്യങ്ങൾ പല രീതിയിൽ അനുകൂലിക്കുന്നതാണ്. അതുപോലെ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് കടങ്ങളൊക്കെ അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് ഭഗവാൻ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പം ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനസ്സമാധാനപരമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ടും അവർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മക്കളുടെ വിവാഹവും, അതുപോലെ മക്കൾക്ക് ജോലിയില്ലാതെയൊക്കെ വിഷമിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക്, അത് ഈ നാളിൽപ്പെട്ട അച്ഛനമ്മമാർക്ക് വളരെയേറെ ആശ്വാസം ഉണ്ടാകുന്നതാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ. അവർക്ക് മക്കൾക്ക് നല്ല ജോലി കിട്ടാനും എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹമൊക്കെ നടന്നു കാണാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം അച്ഛനമ്മമാർക്കും ഉണ്ടായിത്തീരുന്നതാണ്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണിത്. അതുപോലെ തന്നെ ഇവർക്ക് അല്പം വിഷമം ഉണ്ടാകുമെന്ന് വെച്ചാൽ ശനി ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് കാണും. അതിന് നിങ്ങൾ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. മഹാദേവനെ മുറുകെ പിടിച്ചോളുക. എന്നും രാവിലെ കുളി കഴിഞ്ഞ് വന്ന് ഓം നമഃശിവായ ഒരു 108 പ്രാവശ്യം ജപിക്കാൻ നോക്കുക വിളക്കിൻ്റെ മുന്നിലിരുന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് വ്യാഴം അനുകൂലമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഭക്തി കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കാൻ പാടില്ല. നമ്മുടെ ഭക്തിയും എല്ലാം അതോടൊപ്പം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അതായത് സമയം അനുകൂലമാകുമ്പോൾ നമ്മുടെ ഭക്തിയും കാര്യങ്ങളും ഒക്കെ കുറേ കൂടെ മെച്ചപ്പെടുത്തണം. അതായത് എന്നും ഭാഗവത പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ വ്യാഴാഴ്ച ദിവസം എന്നും കൃഷ്ണൻ്റെ അടുത്തോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക. ബുധനാഴ്ചയോ വ്യാഴാഴ്ച ഈ 2 ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക ഭഗവാന്. അതുപോലെ നെയ്വിളക്ക് സമർപ്പിക്കുക. അതുപോലെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. ദാനധർമ്മങ്ങളൊക്കെ ഒക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതുപോലെ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഭഗവാന് നിങ്ങളെ കൂടുതൽ ഇഷ്ടമാവുകയും അങ്ങനെ നമ്മുടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ വളരെയേറെ കൂടുകയും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാവുകയും, അതുപോലെ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ, അവർ വിചാരിക്കാതിരിക്കുന്ന വലിയ നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വൻ വിജയത്തോടെ, വൻ ഭൂരിപക്ഷത്തോടെയൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഏത് പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതിൻ്റേതായ ഉയർച്ച ഈ കൂറിൽപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ.